ഇതെനിക്ക് തോന്നുന്നു ഈ സംസാരം 1 മിനിറ്റിന് കൂടുതൽ പോകുന്നു. എന്തായാലും ഞാൻ വേഗം പറഞ്ഞിട്ട് വേഗം നിങ്ങളുടെ സ്റ്റോറിയിലേക്ക് പോവാം. ഇതെൻ്റെ ഫസ്റ്റ് ചാനലിൽ ഞാൻ ഇട്ട എൻ്റെ സ്റ്റോറിയാണ്. അല്ല, ഇതല്ല, ഇതിൻ്റെ സെക്കൻഡ് സ്റ്റോറിയാണ് ഇതെന്ന് തോന്നുന്നു. അപ്പം എന്തായാലും ഞാൻ അപ്ലോഡിങ് ചെയ്യാണ്. ആക്ച്വലി കുറേ ലെങ്ത് ഉണ്ട്, അതാണ് എൻ്റെ സന്തോഷം. എപ്പിസോഡെല്ലാം ഞാൻ കൂട്ടി വെച്ചിട്ടാണ്. ഇടയ്ക്കുന്ന് ഇങ്ങനെ എന്തെങ്കിലും ഇൻട്രോ വരുവാണെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. ഞാൻ അത് എഡിറ്റ് ചെയ്ത് ഞാൻ കാണാത്ത ഇൻട്രോ ആയിരിക്കും അതിനകത്ത് വരുള്ളൂ. കാരണം വെച്ചാൽ ഞാൻ ഓരോ എപ്പിസോഡും അടുപ്പിച്ചിട്ട് ഒരു വൺ ഷോട്ട് പോലെയാണ് നമ്മൾ ഇതിനകത്ത് ചെയ്യുന്നത്. അപ്പോൾ ഇത് കുറേ ഉണ്ട്, അടുപ്പിച്ചെന്ന് കാണണം. പിന്നെ ലാസ്റ്റ് നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ഇനി ഇതിൻ്റെ എപ്പിസോഡ് തുടരും എങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഞാൻ ഒന്നും കൂടെ പറയാം, ഇതെല്ലാ എപ്പിസോഡും കൂടെ ഞാൻ എല്ലാം കൂടെ ഒരുമിച്ച് വെച്ചപ്പോൾ എനിക്ക് കിട്ടിയ ഇതാണ്. അതുകൊണ്ട് തന്നെ കുറേ ഉണ്ടാവും, മിനിറ്റ് കുറേ ഉണ്ടാവും. അപ്പോൾ എന്തെങ്കിലും എഡിറ്റിങ്ങിന് വല്ല കുഴപ്പമുണ്ടാവും എന്തായാലും. അത് നിങ്ങൾ ക്ഷമിക്കുക. ആൻഡ് നിങ്ങളെല്ലാവരും സുഖമായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒത്തിരി നേരം എടുപ്പിക്കുന്നില്ല, നിങ്ങൾ വേഗം നിങ്ങളുടെ ഈ സ്റ്റോറി കണ്ടോ. പേടിക്കണ്ട, സ്റ്റോറി ഇത്രയേ ഉള്ളെങ്കിലും അടുത്ത ഒരു പാർട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം. Happy birthday to you. Thank you. എല്ലാവരും നാളെ രാവിലെ റെഡി ആയിരിക്കണം. നേരെ എന്റെ വീട്ടിലേക്കാണ് പോകുന്നത്. ഏടാ, നിങ്ങളൊരു ഗ്രാമം എന്ന് വെച്ചാൽ ഭയങ്കര വിശ്വാസമുള്ള ഗ്രാമമല്ലേ? ഇവിടേക്ക് നമുക്ക് സെറ്റ് ആവോ ബ്രോ? ഞാൻ നിങ്ങളുടെ എല്ലാം വീട്ടിൽ വന്നിട്ടല്ലോ, പിന്നെ എന്നാ എന്റെ വീട്ടിൽ വന്നു? ഇനിയിപ്പോ ഒന്നും പറയണ്ടേ, നാളെ രാവിലെ ആകുമ്പോ എല്ലാവരും വന്നോളും. എല്ലാവരും റെഡി ആയില്ലേ? നമുക്കിന്ന് പോവാം. ഞങ്ങളെല്ലാം റെഡിയായി, ഇനി നമുക്കങ്ങ് പോയാൽ മാത്രം മതി. മോളെ, അവര് വന്നെന്ന് തോന്നേ. വരുന്നു ആന്റി. മോനെ, അകത്തോട്ട് കയറും മോനെ. ഹലോ ആന്റി. ആഹാ, നിങ്ങളൊക്കെ ഇവന്റെ ഫ്രണ്ട്സ് അല്ലേ? ഇവ എന്നോട് പറയാറുണ്ട്. ഇവിടെ എന്തോ നടക്കുന്നത്? എല്ലാവരും അവരോട് റൂമിൽ പോയിക്കോ. കുഞ്ഞു കാണിച്ചു തരും. ആരാടാ കുഞ്ഞു? ഇത് ഞാനാണ്. ഞാൻ കാണിച്ചത് ഓരോരുത്തരുടെ റൂം. കുഞ്ഞു കാണിച്ചു തരും കേട്ടോ. അമ്മേ, ഇന്ന് ഉത്സവത്തിൽ എപ്പോഴാ പോണ്ടേ? ഇന്ന് ഉത്സവത്തിന് കുഞ്ഞുവിന്റെ പരിപാടിയുണ്ട്. എന്നാ ഞാൻ എന്റെ ഫ്രണ്ട്സിനോടൊക്കെ പോയി പറയട്ടെ. ആന്റി. മോളെ, ഇന്നെപ്പോഴാ ഉത്സവത്തിന് പോന്നേ? രാത്രി 7 മണിയാകുമ്പോ നമ്മള് പോവട്ടോ. സാരിയാണ് കണ്ടിരിക്കുന്നേ. നോക്കണ്ട മോനെ, ഞാൻ എന്തായാലും പടക്കം മാറ്റും. എന്തുവാടിയാ, ചെറിയ കാര്യത്തിനാണോ?
മോനെ വീണ്ടും പോയിക്കോ എന്റെ വായന. എന്റെ പൊന്നു മോനല്ല വഴക്കൊന്ന് നിർത്ത്. ഞാനിത് 7 മണിക്കാണ് പോകുന്നത്. ഇതാണ് ഞാൻ വരുന്നത്. വാ നമുക്ക് പോകാം. മക്കളെ റെഡിയായോ? ആ ആന്റി റെഡിയായി ആന്റി. മോളെ അവന്മാരൊക്കെ എന്തി? ആ ആന്റി ഞാൻ പറയാൻ വിട്ടുപോയി, അവര് നേരത്തെ അങ്ങ് പോയി. ഈ പിള്ളേരെ കൊണ്ട് ഞാൻ തോറ്റല്ലോ. ആന്റി കുഞ്ഞു പോയോ? ആ കുഞ്ഞിക്ക് മേക്കപ്പ് ഒക്കെ ഇല്ല, അതുകൊണ്ട് നേരത്തെ പോയി. കുഞ്ഞുമായിട്ട് ആന്റിക്ക് ഇങ്ങനെ ബന്ധം? ആ അവൾ അപ്പുറത്തെ വീട്ടില് വെച്ചാടാ. നിന്റെ മോൻ വന്നിട്ട് എന്തിയടി? ആ അവൻ എവിടെയോ ഉണ്ടടി, ഞാൻ കണ്ടില്ല. ആ എടി മോള് റെഡിയായോ? അവളിവിടെ വന്നിട്ട് പോയതേ ഉള്ളൂ. അവൾ അമ്പലത്തിൽ തൊഴുതാൻ പോയതാ. പക്ഷോ കുഞ്ഞിനെ കാണാൻ പറ്റിയില്ലല്ലോ. എന്നാ നമുക്ക് കസേരയിൽ പോയിരിക്കാം, ചിലപ്പോ സീറ്റ് കിട്ടൂല. അത് ശരി, ഇപ്പൊ പോയിരുന്ന ഒരു സീറ്റ് പോലും കിട്ടൂലായിരിക്കും. നമുക്ക് ഇപ്പൊ തന്നെ പോയിരിക്കാം. ആന്റി ഇരിക്കാൻ പോവാന്ന് തോന്നുന്നു, നമുക്ക് പോയിരിക്കാം. ആ പോയിരിക്കാം. വരുന്നു കുഞ്ഞു. ഹലോ, പരിപാടി കാണാൻ നിക്കുവാ? നിന്നെ കാണാൻ അടിപൊളിയായിട്ടുണ്ട്. നിന്നെ കാണാൻ പ്രിൻസസിനെ പോലെയാണ്. അല്ല അവരൊക്കെ എന്തിയേ? അവര് എവിടെയൊക്കെയോ ഇരിപ്പുണ്ട്. നീ എന്നെ നോക്കിയിരിക്കും, ഇവിടെ തുടങ്ങാറായി. എന്നാ ഞാൻ പോവാണേ. ബൈ. നിന്റെ ഡാൻസ് അടിപൊളിയായിരുന്നു. വെള്ളം വേണോ? ഈ ഡ്രസ് ഒന്ന് അഴിച്ചു വെച്ചാൽ മതി. ഡാൻസ് കൊള്ളായിരുന്നു കേട്ടോ. താങ്ക് യു. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇത്രയും തന്നെ ഡാൻസ് കാണുന്നത്. വെള്ളവും വേണോ? വേണ്ട, ഞാൻ ഇതെല്ലാം ഊരി വെച്ചിട്ട് അങ്ങോട്ട് വരാം. അവൻ എന്തി ഇവിടെ വന്നിട്ട് ഞാൻ ഇതുവരെ കണ്ടില്ലല്ലോ. അവൻ ഡാൻസ് കാണാൻ നേരത്തുണ്ടായിരുന്നു അവിടെ, ഇപ്പം കാണുന്നില്ല. വാ മോളെ, നമുക്ക് ഡ്രസ് മാറ്റാൻ പോവാം. എന്നാ വാ. എവിടെയായിരുന്നു? അവിടെ ഇല്ല, നീ കാണാൻ വരായിരുന്നേ. ഞാൻ നിർത്തില്ല. അവളെന്താ ഡ്രസ് കാണാൻ പോയോ? കഴിഞ്ഞില്ല മോളെ, ഇനി നമുക്കങ്ങ് പോവാ. അവരവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. എന്നാ നമുക്ക് പോവാ. മോളെ എന്നെനിക്ക് പറ്റി ജസ്റ്റ് ഒന്ന് തലകറങ്ങി വീണു. മോളെ അവൾ എണീറ്റോ? ആന്റി അവൾ എണീറ്റോ? എനിക്ക് ശരിക്കും എന്നാ സംഭവിച്ചേ? നിനക്കെന്നാ രാത്രി പരിപാടി? കിടന്നുറങ്ങാനൊന്നും സമയമില്ലേ? രാത്രി നീ കപ്പയ്ക്ക് കിടക്കാൻ വേണ്ടി പോകുന്നുണ്ടോ? നീ ഇങ്ങനെ വഴക്ക് പറയാതെ. ഞാൻ പിന്നെ എന്നാ പറയാനാ? അവൾക്ക് ഇങ്ങനെ ഇപ്പൊ തുടങ്ങിയാ പിന്നെ എങ്ങനെയാ? നീ കുറച്ചു നേരത്തേക്ക് മിണ്ടായിരിക്കുക. നിർത്ത്, ഇനി നിങ്ങൾ തമ്മിൽ വീണ്ടും നടി കൂടണ്ട. ഞാൻ ഇനി അങ്ങനെ ചെയ്യാൻ പോകുന്നില്ല. ഇപ്പൊ എങ്ങനെയുണ്ട്? നീ എണീറ്റോ? നിനക്കിപ്പൊ എങ്ങനെയുണ്ട്? എനിക്കിപ്പോ ഒരു കുഴപ്പമില്ല. എന്നാ ഞാൻ ഫ്രഷ് ആയിട്ട് വരാം. വാ, നമുക്ക് എല്ലാവർക്കും പോവാം വീട്ടിലേക്ക്. ശരി, എനിക്ക് ഉറക്കം വരാൻ തുടങ്ങി. അവര് 3 പേര് എന്ത് ചെയ്യ? വീട്ടിൽ പോയോ? അവര് നേരത്തെ വീട്ടിൽ പോയി. എന്നാ ശരിയടി, നീ പോയിക്കോ. ഭയങ്കര ഇരുട്ടായി, വേഗം പോയിക്കോ.
എന്താ നാളത്തെ കഴിഞ്ഞ് ചെല്ലാനോ? എടാ ലീവ് തീർന്ന് നാളത്തെ കഴിഞ്ഞ് ചെല്ലാനാ പറയുന്നേ. ആ ബോസ് നമുക്ക് പണി തന്നതാ. ആ ബോസ് ഭയങ്കര കാലവാഴന, അതാ ഇങ്ങനെ. ബോസിന്റെ കൊച്ചുമോനും ഇവാനെ ഇഷ്ടമായിട്ടാ ഇങ്ങനെ. എന്താ ഇവിടെ എന്നെ കുറിച്ചൊരു ടോക്ക്? ആന്റി, എനിക്ക് ബാംഗ്ലൂരിൽ ഒരു കോളേജിൽ അഡ്മിഷൻ കിട്ടി ആന്റി. ഓ കിട്ടിയോ? ഇല്ലേ ആന്റി, എനിക്കൊരു സഹായം വേണം. എന്നാ വേണ്ടേ? ഹരിയേട്ടനോട് പറഞ്ഞിട്ട് ഒരു റൂം സെറ്റാക്കി തരൂ. പിന്നെ എന്നാ, ഞാൻ അവനോട് പോയി പറയാം. ഹലോ ആന്റി, ഞങ്ങളില്ലേ നാളെ പോവാ. നിങ്ങൾ ലീവ് തീർന്നിട്ടില്ലല്ലോ, എന്നിട്ടെന്താ നിങ്ങൾ പോന്നേ? ബോസ് പറഞ്ഞ നാളത്തെ കഴിഞ്ഞ് വരണമെന്ന്. ഇതിപ്പോ എനിക്ക് എളുപ്പമായല്ലോ, ഞാനും നാളെയാ പോന്നേ. ഞാൻ പറയുന്ന ഉമ്മി, നീ അങ്ങ് പറഞ്ഞു വിടാ. അത് പിന്നെ അല്ലടി, നീ എങ്ങോട്ടാടി പോന്നേ? ബാംഗ്ലൂരുള്ള ഒരു കോളേജിൽ എനിക്ക് അഡ്മിഷൻ കിട്ടി. പിന്നെ എനിക്കൊരു റൂം സെറ്റാക്കി തരൂ. എന്റെ കോളേജ് ഏതാ? കോളേജിന്റെ പേര് എനിക്ക് തോന്നുന്നു അവർക്ക് സ്കൂൾ. എനിക്ക് അവിടെ അഡ്മിഷൻ കിട്ടി. നമ്മുടെ അവിടെ ഒരു റൂം ഒഴിഞ്ഞിരിക്കുന്നത്, ആ റൂം വേണമെങ്കിൽ ഇവിടെ കൊടുക്കാം. എനിക്ക് അവിടെ മതി, എനിക്ക് പ്രശ്നമില്ല. പിന്നെ നമുക്ക് നാളെ പോവാം. നീ എങ്ങോട്ടാടി പോന്നേ? അതോ, ഇന്ന് നമ്മൾ പോവല്ലോ, അതുകൊണ്ട് അമ്പലത്തിൽ വരെ പോയിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാ. അല്ല, ഞാൻ ഡ്രോപ്പ് ചെയ്യണോ? വേണമെന്നില്ല, ഞാൻ നടന്നോളൂ. വേണ്ട, നീ എന്റെ വണ്ടി കയറി, ഞാൻ കൊണ്ടുവിടാം. താങ്ക് യു കൊണ്ടുവിട്ടേനി. അങ്ങനെ അങ്ങ് പോയാ താങ്ക് യു ഇല്ലേ? താങ്ക് യു. അങ്ങനെ അവർ നേരെ ബാംഗ്ലൂരിലേക്ക് പോവുകയാണ് ഗായ്സ്, പോവുകയാണ്. ഇങ്ങനെ കരഞ്ഞോണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ലടി. നമ്മളെപ്പോഴാ ഫ്ലാറ്റിലെത്തുക? ഇന്ന് രാത്രി 10 മണിയാകുമ്പോഴത്തേക്ക് അവിടെ എത്തും. നമ്മള് വരുമ്പോ ഭയങ്കര ഉത്സാഹത്തോടെ വന്നേ, പക്ഷെ പോകുമ്പോ ഭയങ്കര സങ്കടം. അപ്പൊ ഗേൾസ് എല്ലാം അവരോട് മുമ്പ് ഞങ്ങളും പോവാണ്. ഈ പറഞ്ഞില്ലെങ്കിലും തന്നെ ഞങ്ങൾ പോവാണ്. ബൈ. കോളേജിൽ പോണ്ടേ? അതിനെന്താ രാവിലെ തന്നെ വിളിച്ച് നീപ്പിക്കുന്നേ? ഇപ്പൊ തന്നെ സമയം വൈകി, കുറച്ചും കൂടെ കഴിഞ്ഞ് നീ എണീറ്റ് സ്കൂള് കഴിഞ്ഞു പോകും. ഓ, ഞാൻ എണ്ണീറ്റു. നീ ഇതൊക്കെ ഉണ്ടാക്കിയോ? നീ അല്ലാതെ ഞാനാരെന്ന് നീ വിചാരിച്ചേ? ഇവിടെ നല്ല മണം, നല്ല ടേസ്റ്റ് ഉള്ള ഫുഡ് ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഹലോ, വാ പോവാ. എല്ലാ സാധനവും എടുത്തില്ലേ? എടുത്തു ഹരിയേട്ടാ. അവിടെ ഭയങ്കര റാഗിങ് കൂടുതലായിരിക്കും. അങ്ങനെ ഒരു കോളേജ് ഉണ്ടടി, നിന്റെ ക്ലാസ് വരെയുള്ള. നീയും സൂക്ഷിച്ചോ, സീനിയേഴ്സ് റാഗിങ് ചെയ്ത് അപ്പൊ ഓടിക്കോ. നിങ്ങള് പോയാ സൂക്ഷിച്ചും കണ്ട കണക്കാണ് കേട്ടോ. സീനിയേഴ്സ് ഒന്നും ഇല്ല, എല്ലാവരും ട്രിപ്പ് പോയി തോന്നേ. എന്റെ പൊന്നോ, ഭാഗ്യം. ആരെങ്കിലും ഡാൻസ് കളിക്കാൻ അറിയാവുന്നതുണ്ടോ? വേഗം ആരെങ്കിലും ഒരാള് വാ. ഞാനുണ്ട്. നിന്റെ ഡാൻസ് അടിപൊളിയായിരുന്നു. താങ്ക് യു. ഹലോ, നല്ല ഡാൻസ് ആയിരുന്നു. താങ്ക് യു. നിന്റെ പേരെന്നാ ശരിക്കും? ഓ, എന്റെ പേരോ? എന്റെ പേര് അനന്ത. ഒരു ഫ്രണ്ട് ആകാൻ വേണ്ടി വന്നതാ. ഹലോ, ഞാനിവിടെ നിൽപ്പുണ്ട്. എന്നോടും സംസാരിക്കാട്ടോ. സംസാരിക്കാം. എന്നാ ശരി, ഞാൻ എൻ്റെ ക്ലാസ്സിൽ പോട്ടെ. ഇനി നിങ്ങളുടെ ക്ലാസ്സിൽ പോയിക്കോ.
പിന്നെയില്ലേ കുഞ്ഞു, ഞാനില്ലേ പോവാൻ നേരത്ത് കാണൂലേ, നീ അങ്ങ് പോയിക്കോട്ടോ. എന്നാ ശരി, ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളൂ, നീ പോയിക്കോ. അവിടെ നിൽക്കൂ. ഞാനോ? ആ നീ തന്നെ. നിനക്ക് ഡാൻസ് കളിക്കാനൊക്കെ അറിയാലോ, ഡാൻസ് കളിച്ചിട്ടങ്ങ് പോയിക്കോ. അല്ല ചേട്ടാ, ഇവിടുന്നോ? ഞാൻ മോളെ ഇവിടെ ഇരുന്ന് കളിക്കാൻ പറ്റത്തില്ലേ? ചേട്ടാ എന്നെ ഇവിടുന്ന് വീട്, ഞാൻ പോട്ടെ. എന്നാ ഇവിടെ ഇരിക്കുന്നേ? നിങ്ങൾക്ക് ക്ലാസ്സിൽ പോണ്ടേ? സീനിയറാന്ന് വിചാരിച്ച് ഇവർ റാഗിങ് ഒന്നും ഇവിടും പാടില്ല കേട്ടോ. ആ ടീച്ചർ. നീ രക്ഷപ്പെട്ടെന്ന് വിചാരിക്കണേ, ഞാൻ പിന്നെ പിടിച്ചോളും. ഹരിയേട്ടാ ഒന്ന് കൂട്ടാൻ വരുമോ? ഒരു 10 മിനിറ്റ് ഞാൻ അങ്ങോട്ട് വരാം. ഇവളിങ്ങനെ വിളിക്കാറൊന്നുമില്ലല്ലോ. എന്തായാലും പോവാ. നിനക്ക് എന്താടി പറ്റിയേ? ഒരു സീനിയർ വന്ന് എന്നെ പേടിപ്പിച്ചു. ഇതിനെന്തിനാ നീ കരയുന്നേ? കരയണ്ട, വാ നമുക്ക് ഫ്ലാറ്റിൽ പോവാം. അയ്യോ ഇതിനാണോ? മിണ്ടാതിരുന്നോ? അല്ല അപ്പൊ നീ പോയി കംപ്ലൈന്റ് ഒന്നും ചെയ്തില്ല? നമ്മളൊക്കെ പഠിച്ച സ്കൂളല്ലേ, ഇവിടെ കംപ്ലീറ്റ് ചെയ്തിട്ട് കൂടി. അവളിപ്പോ പറയുവാണ് കോളേജ് ഇനി പോവില്ലെന്ന്. അവളുടെ കൂടെ പോയി ഒരുത്തില്ലായിരുന്നു, ആ സാഹചര്യം കാണുന്നില്ലല്ലോ. പിന്നെ ഇവിടെ ടോക്ക് ഇവളിങ്ങനെ എന്താ മൂങ്ങിയിരിക്കുന്നേ? അയ്യോ ഞാനത് അറിഞ്ഞില്ലല്ലോ. അല്ല നീ അവിടെ ഇല്ലായിരുന്നോ? പിന്നെ എന്നാ നീ അറിയാതിരുന്നേ? അറിയേട്ടാ, എന്റെ ഇവളുടെ ക്ലാസ് വരി, അപ്പൊ എനിക്ക് വേറെ ക്ലാസ്സിൽ പോയി ഇരിക്കണം. തൊട്ടാവാടിയാവണ്ട, എല്ലാത്തിനും ധൈര്യം വേണം കേട്ടോ. അത് തന്നെ, തൊട്ടേനും പിടിച്ചത് എല്ലാത്തിനും മോഹിക്കൊണ്ടിരുന്ന ഇങ്ങനെ ഇരിക്കും കേട്ടാ. ആരാ പറഞ്ഞ ഞാൻ തൊട്ടാവാടിയാന്ന്? ഞാൻ പേടിച്ചു പോയിട്ടാ കരഞ്ഞ്, അല്ല ഞാൻ തൊട്ടാവാടിയൊന്നുമല്ല. തൊട്ടാവാടി അല്ലാത്തവള് പോയി ചായ ഇട്ടിട്ട് പോയി. ഇന്നത്തെ ചായ അടിപൊളിയായിരുന്നു. ആഹാ, ഞാൻ പോയി ചായ ഇട്ടിട്ട് വരാട്ടോ. അശ്വിൻ, എനിക്കൊരു കാര്യം പറയാനുണ്ട്, ഒന്ന് വരുവോ? എടാ, എന്റെ വീട്ടിലേക്ക് ആലോചിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എന്റെ അവസ്ഥ നിനക്ക് അറിയില്ലേ? അപ്പൊ നിനക്ക് എന്നെ കല്യാണം കഴിക്കാൻ പറ്റത്തില്ലേ? ഒന്നും പറയണ്ട, ലെറ്റ്സ് ബ്രേക്കപ്പ്. ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ പോവാ UK-യിലേക്ക്. നീ എന്നെ വിട്ടിട്ട് പോവാ? എല്ലാവരോടും എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താടാ പറ. ഞാൻ UK-യിലേക്ക് പോവാടാ. ഒന്ന് പോയാടാ തടാ. എടാ ഞാൻ സത്യമാണ് പറയുന്നത്, ഞാൻ പോവാ UK-യിലേക്ക്. ഞാൻ നിനക്ക് UK-യിലേക്ക് പോകുന്നത് ഇത്ര നിർബന്ധമില്ല. എനിക്കിപ്പോ പൈസേന്റെ ഭയങ്കര ടൈറ്റാ, അതുകൊണ്ട് തന്നെ UK പോയിട്ട് ഒരു ഫ്യൂച്ചറൊക്കെ റെഡി ആക്കിയിട്ട് ഞാൻ ഇങ്ങോട്ട് വരും. അന്നേരം നമുക്ക് കാണാം. എന്നോട് പറയുന്ന ഓക്കെ, പക്ഷേ ആനി ചേച്ചി അറിഞ്ഞിട്ട് ഇങ്ങനെയാ? അത് ശരി, ആനി ചേച്ചി അറിഞ്ഞ? അയ്യോ, അത് നിങ്ങളാരും പേടിക്കണ്ട, ഞാൻ പറഞ്ഞു. നാട്ടിൽ നിന്ന് ഫ്ലൈറ്റ് കയറുന്നേ, എന്നാ ഞാൻ പോവാണ്. ആനിയോട് പറഞ്ഞേക്ക. ഒറ്റയ്ക്ക് നീ ഇങ്ങോട്ടാ പോന്നേ? ഞാനും ഉണ്ട് UK-യിലേക്ക്, എനിക്ക് പ്രൊമോഷൻ കിട്ടി. എന്താ നീയും വരുന്നുണ്ടോ? എന്താടാ ഞാൻ വരുന്നതിന് നിനക്ക് ഇഷ്ടമില്ലേ? ഒരു കുഴപ്പമില്ല, എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. എന്നാ നമുക്കങ്ങ് പോവാം. അധികം കളിക്കണ്ട കേട്ടോ. മേക്കപ്പ് ഹൗസ് വെച്ചിട്ട് പോണേ. പ്രധാനപ്പെട്ട കാര്യം പറയുമ്പോ ഇതിന്റെ മേക്കപ്പ് ഹൗസ്. അവൻ എവിടെയാണോ കണ്ടുപിടിച്ചോ? ആ മേഡം കണ്ടുപിടിച്ചു. ബാംഗ്ലൂർ സിറ്റിയിലെ 305 ഫ്ലാറ്റിലാണ് അവൻ താമസിക്കുന്നത്. നാളെ തന്നെ അവനെ പോയി കാണണം.